പുന്നപ്രയിൽ മാതാവിന്റെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തിയെന്ന വാർത്ത വരുന്നു. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ വൈദ്യുതാഘാതമേൽക്കാൻ കെണി ഒരുക്കിയായിരുന്നു കൊലപാതകം. മരിച്ചതിനു ശേഷം പാടത്തു കൊണ്ടുപോയി മൃതദേഹം ഉപേക്ഷിച്ചു. സംഭവത്തിൽ പുന്നപ്ര സ്വദേശികളായ അച്ഛനും അമ്മയും മകനും പിടിയിലായി. മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ വരുന്നത്? അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ വരുന്നത്. പിന്നീട് ഇപ്പോൾ അച്ഛനും അമ്മയും മകനും പിടിയിലായിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസമാണ് സാധാരണഗതിയിലുള്ള ഒരു മരണം, ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ കൂടി വലിയ സംശയങ്ങളില്ലാതെ ഒരാൾ ഷോക്കേറ്റ് മരിച്ച നിലയിൽ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ചില സംശയങ്ങൾ ഉണ്ടായത്. പിന്നീട് ആലപ്പുഴ പുന്നപ്ര സ്റ്റേഷൻ SHO നടത്തിയ അന്വേഷണത്തിലാണ് അതൊരു കൊലപാതകമാണെന്ന ചുരുൾ അഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്, ഈ മകൻ കിരൺ എന്നാണ്, 28 വയസ്സുണ്ട്, ആലപ്പുഴ പുന്നപ്ര വാടക്കൽ സ്വദേശിയാണ്. കിരണിന്റെ മാതാവിന് മറ്റൊരു ആൺ സുഹൃത്തുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പത്തിൽ വീട്ടിൽ നിരന്തരമായി പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്, വൈകുന്നേരം സ്വന്തം വീട്ടിൽ മാതാവിനെ കാണാൻ ഈ ആൺ സുഹൃത്ത് എത്തുന്ന സമയം അത് അറിഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ഒരു കെണി ഒരുക്കി. ഈ കിരൺ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ്. ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൈദ്യുതാഘാതം എങ്ങനെ ഒരാൾ കേൾക്കും എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാം. സാങ്കേതികമായി ഇത്തരം വിഷയങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു കെണി ഒരുക്കി. അങ്ങനെ ദിനേശൻ ഈ കെണിയിൽ പെട്ടു, വൈദ്യുതാഘാതമായിട്ട് അവിടെ കിടന്നു. പിന്നീട് വീണ്ടും മരിച്ചില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും വൈദ്യുതാഘാതം ഏൽപ്പിച്ചു. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ പിതാവും പിന്നെ മകൻ കിരണും കൂടെ ചേർന്ന് അടുത്തുള്ള ഒരു പാടശേഖരത്തെ രാത്രി കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ നാട്ടുകാർ കാണുമ്പോൾ പാടശേഖരത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഷോക്കേറ്റുള്ള മരണം ആണെന്നായിരുന്നു ഡോക്ടറുടെ നിഗമനം. പക്ഷേ പിന്നീട് ചില സംശയങ്ങൾ തോന്നിയത് പോലീസിനാണ് അതിന്റെ സംശയം തോന്നുന്നത്. കാരണം ഷോക്കേറ്റ് മരിക്കാനുണ്ടായ യാതൊരു സാഹചര്യവും ആ മൃതദേഹം കിടന്ന സ്ഥലത്തില്ലായിരുന്നു. ഒരു പാടശേഖരമായിരുന്നു. അവിടെ യാതൊരു തരത്തിലും ഈ ഷോക്ക് ഏൽക്കാനുള്ള സാഹചര്യമില്ല. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിയുന്നത്. നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. മാതാവ്, അവരുടെ ഭർത്താവ്, ഒപ്പം തന്നെ മകൻ കിരൺ, 28 വയസ്സാണ്, പുന്നപ്ര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നിലവിൽ പോലീസ് അറിയിക്കുന്ന വിവരമനുസരിച്ച് കിരൺ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് പിതാവിനറിയാം എന്നാണ്. പക്ഷേ മാതാവിന് ഇത് സംബന്ധിച്ച് അറിയില്ലായിരുന്നു. എങ്കിൽ കൂടി കൊലപാതകത്തിന് ശേഷം 2 ദിവസമായി കൊലപാതക വിവരം പുറം ലോകം അറിയാതെ മറച്ചുവെക്കാൻ മാതാവും കൂട്ടുനിന്നു എന്നത് കൊണ്ട് തന്നെ കൊലപാതകത്തിലും ചിലപ്പോൾ പ്രതി ചേർക്കപ്പെട്ടേക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും 3 പേരെ നിലവിൽ ആലപ്പുഴ പുന്നപ്ര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കിരണിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ തന്നെ കിരണിനെ സഹായിക്കാൻ പുറത്തു നിന്നും ബാഹ്യമായ മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, മറ്റാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. മൃതദേഹം ഈ കൊല നടത്തിയ വീട്ടിൽ നിന്നും മറ്റ് ഈ പാടത്തേക്ക് കൊണ്ടുപോയി മൃതദേഹം തള്ളാൻ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമാകേണ്ടത് പിതാവും കിരണും ഒന്നിച്ചാണോ ഈ കൃത്യം ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? ഒപ്പം തന്നെ മാതാവിന് എപ്പോഴാണ് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? എന്താണ് ഇതേക്കുറിച്ചും പോലീസ് പറയുന്നത്? പ്രവിത, പിതാവിന് ഈ വിവരം അറിയാമായിരുന്നു. അതായത് മകൻ ഈ രീതിയിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുമെന്ന വിവരം, അതായത് ഇവർ തമ്മിൽ ചെയ്ത, പ്രവിത പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ ചെയ്ത ഒരു ആസൂത്രണമാണ്. പിതാവും മകൻ കിരൺ കൂടെ ചെയ്ത ആസൂത്രണം. പക്ഷേ മാതാവിന് ഇത് സംബന്ധിച്ച കാര്യം ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ കൊല ചെയ്യപ്പെട്ട ശേഷം പിന്നീട് ഈ വിവരം അറിയാതെ അത് മറച്ചു വെക്കാനും, ഒപ്പം തന്നെ ഇതൊരു സ്വാഭാവികമായി നടന്ന ഒരു മരണം എന്ന രീതിയിൽ മകനും ഭർത്താവും ചേർന്ന് നടത്തിയ ഇത്തരം കാര്യങ്ങളെ പറ്റിയും മാതാവിന് അറിയാമായിരുന്നു. അതൊക്കെ മറച്ചു വെച്ചു. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇതിൽ ഈ കിരണിന് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. കാരണം മൃതദേഹം രാത്രിയിൽ ആരും കാണാതെ വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമുള്ള ഈ പാടശേഖരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ അത് മറ്റാരുടെയും സഹായമില്ലാതെ നടക്കില്ല എന്നൊരു സംശയം പോലീസിലുണ്ട്. അതുകൊണ്ട് തന്നെ കിരണിനെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വീട്ടിൽ നിരന്തരമായി ഇത് സംബന്ധിച്ച് വിഷയമുണ്ടായിരുന്നു. ഈ ആൺ സുഹൃത്തിനെ ചൊല്ലി വീട്ടിൽ കലഹമുണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് എന്നാണ്. പക്ഷേ മാതാവിന് ഇതിൽ പങ്കില്ല, മാധവൻ അറിയില്ലായിരുന്നു എന്നാണ് നിലവിൽ പ്രാഥമികമായ പോലീസിന്റെ വിവരം. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മകൻ വീട്ടിലേക്ക് കയറുന്നതിന്റെ വാതിലിന്റെ മുൻപിലാണ് ഈ വൈദ്യുതാഘാതം ഏൽക്കാൻ വേണ്ടിയിട്ട് കെണി ഒരുക്കാൻ വേണ്ടി താഴെ ചെമ്പ് കമ്പി ഒരുക്കിയതെന്നുള്ള വിവരമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ കൃത്യതയും വ്യക്തത കൂടി വരാനുണ്ട്. ഏത് തരത്തിലുള്ള
വൈദ്യുതാഘാതമാണ് ഏറ്റത്. ആദ്യത്തെ ശ്രമത്തിൽ ഇയാൾ പൂർണ്ണമായി മരിച്ചിരുന്നില്ല. അങ്ങനെ കൊല ചെയ്യപ്പെട്ടെന്ന് ഉറപ്പിക്കാൻ വീണ്ടും വൈദ്യുതാഘാതം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിരൺ ഒരു ഇലക്ട്രീഷ്യൻ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാങ്കേതികമായ വശങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. 3 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർക്കും പങ്കുണ്ടോ, അതല്ലെങ്കിൽ കിരണിന്റെ മാത്രമാണോ, കിരണും പിതാവുമായി ചേർന്ന് നടത്തിയ ആസൂത്രണമാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചുരുളഴിയാൻ ഇനിയും മണിക്കൂറുകൾ വേണം. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ട് 1 മണിക്കൂർ സമയം മാത്രമേ ആയിട്ടുള്ളൂ. 2 ദിവസമായി തന്നെ ഈ കുടുംബം പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു ഈ വൈദ്യുതാഘാതം ഏൽക്കാത്തൊരു പ്രദേശത്ത് എങ്ങനെ ഒരാൾ വൈദ്യുതാഘാതം ഏറ്റു മരിച്ചു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിൽ സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിൽ നടത്തിയ അന്വേഷണമാണ് അത് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. പ്രവിത സ്മിത. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതാണ് ക്രൂരമായ കൊലപാതകമാണ്. അത് ഷോക്കടിച്ച് മരിച്ചില്ല എന്ന് ഉറപ്പുവരുത്തി വീണ്ടും ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അത് മാത്രമല്ല പ്രവിത, അസ്വാഭാവികതയുണ്ടെങ്കിൽ പോലും ഷോക്കേറ്റാണ് മരണം. പക്ഷേ ഇവർ കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് എവിടെയും വൈദ്യുതാഘാതം ഏൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതാണ് സംശയത്തിനിടയാക്കിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ഒരു കേസാണ് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഈ ആസൂത്രണത്തിൽ അച്ഛൻ എത്രത്തോളം പങ്കുണ്ട്, അമ്മ ഇത് മറച്ചുവെച്ചു എന്നുള്ളതാണ്, ഈ മരണവിവരം, കൊലപാതക വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്.